ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ ജയശ്രീ, ENT സ്പെഷ്യലിസ്റ്റ്. ഇന്ന് ഒരു അനുഭവകഥയുമായിട്ട് തുടങ്ങിയാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 35 വയസ്സ് പ്രായമുള്ള സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. വളരെ വിഷണ്ണനായിരുന്നു, ഒരുപാട് ഉത്കണ്ഠ. വന്നുടനെ തന്നെ പറയുക, എൻ്റെ തൊണ്ടയിൽ എന്തോ വളരുന്നു, എനിക്ക് ആകെ അസ്വസ്ഥതയാണ്, തൊണ്ടയിൽ എന്തോ അസ്വസ്ഥതയാണ്. ഞാൻ പുകവലിക്കാറില്ല, പിന്നെ ഒരു സോഷ്യൽ ഡ്രിങ്കിങ് കൊണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടി വല്ലപ്പോഴുമൊക്കെ ചെയ്യാറുണ്ട്. 35 വയസ്സല്ലേ ഉള്ളൂ. എനിക്ക് മനസ്സിലൊരു വിഷമം തോന്നി. സാധാരണഗതിയിൽ 45 വയസ്സിന് ശേഷമാണ് വായിലെ ക്യാൻസറുകളൊക്കെ വരാറുള്ളത്. എന്നാലും മദ്യപാനം ഒരുപക്ഷെ ഒരു 25 വയസ്സിൽ തുടങ്ങിയാൽ 35 വയസ്സിലും വരാം. ചെറുപ്പമാണല്ലോ എന്ന് ഞാനും മനസ്സാൽ ഒന്ന് വിഷമിച്ചു. എന്തായാലും പരിശോധിക്കാൻ തീരുമാനിച്ചു. വായ തുറന്നപ്പോൾ എനിക്കൊരു ആശ്വാസമായി. ടോൺസിലിൽ നിന്ന് ആണ് വളരുന്നതെന്ന് പുള്ളി കണ്ടത്. ശരിക്കും ടോൺസിലിനകത്ത് ക്യാൻസറിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. വായിൽ മൊത്തമായിട്ട് നോക്കിയിട്ട് യാതൊരു ബുദ്ധിമുട്ടും കണ്ടില്ല. പക്ഷേ ടോൺസിലിൽ കല്ല് എന്ന് പറയും, ടോൺസിലോ ലിത്ത് അഥവാ കല്ലുണ്ടായിരുന്നു. അതാണ് പുള്ളിക്ക് വായി തുറന്ന് നോക്കിയപ്പോൾ കണ്ടതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് തോന്നിച്ചത്. എന്തായാലും ആളെ സമാശ്വസിപ്പിച്ചു. ഒപ്പം തന്നെ ഇതുവരെ മദ്യപിച്ചു, അതിനി നിർത്താനുള്ള ഒരു വാണിങ്ങും കൊടുത്തു. ഇനി ഈ ടോൺസിലോ ലിത്ത് അല്ലെങ്കിൽ ടോൺസിലെ കല്ല് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ടോൺസിലിലെ കല്ല് എന്താണെന്ന് അറിയണമെങ്കിൽ ടോൺസിലിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കണം. അത് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ടോൺസിൽ പ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കലയാണ്. അപ്പോൾ നമ്മുടെ വായിൽ കയറുന്ന ബാക്ടീരിയകളോ വൈറസുകളോ ഒക്കെ ടോൺസിൽ അതിൽ നിന്ന് മാറ്റിയിട്ട് ഫുഡിനെയോ അകത്തേക്ക് വിടുകയാണ് ചെയ്യാറ്, തൊണ്ടയിൽ നിന്ന് താഴേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബാക്ടീരിയകളെ പൊടിക്കുന്നതിന് സൗകര്യപ്രദമായിട്ട് ടോൺസിലിൽ കുറച്ച് ചാലുകളുണ്ട്. ഒരു ടോൺസിൽ ഏതായിട്ട് 10 തൊട്ട് 20 വരെ ചാലുകളുണ്ട്. അപ്പോൾ ഈ ചാലുകളിൽ അകത്തും ബാക്ടീരിയകളും അതേപോലെ വായിൽ നിന്ന് അടർന്ന കോശങ്ങളും അതുപോലെ തന്നെ ആഹാരം കഴിച്ച് പകുതി ദഹിച്ച ഭക്ഷണത്തിൻ്റെ ശകലങ്ങളും ഈ ചാലുകളിൽ കൂടും. അങ്ങനെ ചാലുകളിൽ ശേഖരിക്കപ്പെടുന്ന ഡെഡ് സെൽസ്, നിർവീര്യമാക്കപ്പെട്ട ബാക്ടീരിയകൾ, ബാക്കി പകുതി ദഹിച്ച ഫുഡുകൾ, ഇതെല്ലാം അവിടെ ഇരുന്നിട്ട് കാൽഷ്യം അടിഞ്ഞ് അതൊരു കല്ലായി മാറും. സാധാരണ ഒരു അഡോളസൻ്റ് ഒരു 15 വയസ്സ് തൊട്ട് 30, 35, 40 വയസ്സ് വരെയാണ് കാണുന്നത്. കാരണം പ്രായമായുള്ള ടോൺസിൽ തന്നെ ചെറുതാകുമ്പോൾ ടോൺസിൽ തന്നെ റിഗ്രസ് ചെയ്യും, അതിൻ്റെ സൈസ് കുറയും. അതനുസരിച്ച് ആ കല്ലുകളും ഫ്ലാറ്റായി പോകും. പൊതുവെ ടോൺസിലെ കല്ലുകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. വലിയ കല്ലുകളാകുകയാണെങ്കിൽ മാത്രം നമുക്ക് ഭക്ഷണം കഴിച്ചിറക്കാനുള്ള തടസ്സമോ അല്ലെങ്കിൽ തട്ടുന്നത് മാതിരിയോ തോന്നും. വളരെ റെയറായിട്ടാണ്, വളരെ അപൂർവമായിട്ടാണ് അത്രയും വലുതാകുന്നത്. പക്ഷേ പലരും വന്ന് കാണാറുണ്ട്, വെള്ള സാധനം അതിനകത്തിരിക്കുന്ന ഒരു ക്രീം യെല്ലോ പോട്ടൊക്കെ കഴുകിയിട്ട് പോകുന്നില്ല, ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പല പേഷ്യൻസും വരാറുമുണ്ട്. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതാണ്? 2 നേരം പല്ല് ബ്രഷ് ചെയ്യുക, വായ എന്ത് ഭക്ഷണം കഴിച്ചാലും വായ കഴുകുക, നീറ്റാക്കി വയ്ക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെ തന്നെയാണ് അത് വന്നാലും ചെയ്യേണ്ടത്, വരാതിരിക്കാനും ചെയ്യേണ്ടത്. കാരണം പ്രത്യേകിച്ച് ഒരു ചികിത്സയുടെ ആവശ്യം ഉണ്ടാകില്ല. ഇനി ആർക്കൊക്കെയാണ് ടോൺസിൽ കല്ല് വരാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ ആവർത്തിച്ച് ടോൺസിലിൽ പഴുപ്പ് വരുന്നവരിൽ, അതുപോലെ തന്നെ വായുടെ ശുചിത്വം സൂക്ഷിക്കാത്തവരിൽ, അതാണ് സാധാരണ കാണുന്നത്. പിന്നെ അതുപോലെ നമ്മൾ പ്രധാനമാണ് എപ്പോഴും ഡീഹൈഡ്രേറ്റ് ഇരിക്കുന്നവർ, ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ജലം കുടിക്കാത്തവരിലും. ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ടോൺസിലോ ലിത്ത് വരാനുള്ള സാധ്യത കുറവാണ്. ഈ കല്ല് വളരെ വലുതായി നമുക്ക് തടസ്സം ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ അതിനെ നമ്മുടെ നാട്ടിൽ ടോൺസിലെക്ടമി ചെയ്ത് മാറ്റാറുണ്ട്. ഒരുപക്ഷെ വെസ്റ്റേൺ ഡിസ്ട്രിക്റ്റിലൊക്കെ ലേസർ ചികിത്സ ചെയ്ത്
ചാലിനകത്ത് തന്നെ ഉള്ള കല്ലുകളെ മാറ്റാറുണ്ട്. പിന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചിലപ്പം വായ്നാറ്റമായിരിക്കും. കാരണം അഴുകിയ പകുതി ദഹിച്ച പദാർത്ഥങ്ങളും പഴയ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇരുന്ന് കല്ലാകുന്നതല്ലേ. അപ്പോൾ ചിലപ്പോൾ ഒരു വായ്നാറ്റം ഉണ്ടാകാം. വായ്നാറ്റം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഒരു കാര്യം ടോൺസിലെ കല്ലുകളാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ടോൺസിൽ വളർച്ചയുണ്ടെങ്കിൽ അത് എല്ലാം ക്യാൻസർ ആയിരിക്കില്ല, പക്ഷേ ചിലത് ക്യാൻസർ ആകാം. അതുകൊണ്ട് വളർച്ച ഉണ്ടെങ്കിൽ അത് കല്ലായിരിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കാം എന്ന് സ്വയം തീരുമാനിക്കാതെ തീർച്ചയായിട്ടും ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക. നന്ദി. ഇനിയും കാണാം വേറൊരു ആരോഗ്യ പ്രശ്നവുമായിട്ട്.